എന്നാ കാണുന്നത്? എന്നാ ഇത്? ഇത് മറ്റേ ഇൻസ്റ്റയിൽ മറ്റേ ഈ പരിപാടിയില്ല, മറ്റേ ഈ എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലും ഇതിലൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സംസാരിച്ച് പരിഹരിച്ച് നമുക്കൊരു സന്തോഷം കിട്ടും. നീ കണ്ടിട്ടില്ല മറ്റേ RJ പ്രകാശ് എന്ന് പറഞ്ഞിട്ട്? നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അതെ, നമ്മളിങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു എനർജി കിട്ടും ഇവരുടെ സംസാരം കേൾക്കും. ഈ സംസാരിച്ച് നമ്മുടെ കുടുംബത്തങ്ങനെ വന്ന് കയറുമോ? ഇല്ല, കുടുംബത്തൊന്നും കയറൊന്നുമില്ല. ഇത് ഇവൻ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിൽ കയറ്റാൻ തോന്നുന്നു. അതേപോലത്തെ ഒരു പയ്യനാ. നമ്മുടെ അപ്പുറത്ത് സതീഷ് ഇതെന്ന് കാണുന്നതാണോ? അത് തന്നെ. പക്ഷെ ഭയങ്കര രസമാട്ടോ ഇവന്റെ സംസാരം കേട്ടോണ്ടിരിക്കാൻ. നമ്മളത് എന്തെങ്കിലും ഇവൻ പറയുന്ന കാര്യം പോലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം നമുക്ക്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും ഈ പറഞ്ഞവര്. അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ദൈവം പുതിയൊരു വീഡിയോ ഇട്ടുണ്ട്. ഇത് കണ്ട ഈ സാധനം ഒന്ന് കണ്ടു നോക്കി. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ പ്രകാശ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്, ദാമ്പത്യം. ഈ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിപത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇടയിൽ ഉണ്ടാകുന്ന ദമ്പതികളിൽ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിരസത. അത് സംഭവിക്കുന്നതെന്ന് പറയുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പല ദാമ്പത്യ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ട് നമ്മൾ അതിനെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭാര്യമാർക്ക് എപ്പോഴും ഒരു സർപ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കണം. അവരെ നമ്മൾ വിസ്മയിപ്പിക്കണം, അമ്പരപ്പിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനും വൈഫും ഇതുപോലെ ബെഡിൽ കിടക്കുന്ന സമയത്ത് അവള് ഒരിക്കൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിക്കുകയാണ്, ചേട്ടൻ്റെ ലൈഫിൽ ഞാൻ കൂടാതെ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ലൈഫിൽ നീ കൂടാതെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് അവള് അങ്ങ് അമ്പരന്ന് എന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ, ആ നിറക്കണ്ണുകളിൽ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ മറ്റേ സ്ത്രീ ആരാണെന്ന് അറിയാനുള്ളൊരു വ്യഗ്രത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ സർപ്രൈസ് ആയിട്ട് അവളോട് പറയുകയാണ്, ഞാൻ പറഞ്ഞ 2 സ്ത്രീകളിൽ ഒരാൾ എൻ്റെ അമ്മയും മറ്റൊന്ന് നീയും ആണെന്ന് പറഞ്ഞു. അവള് വിസ്മയം കൊണ്ട് കോരിത്തരിച്ച് എന്നെ ഹഗ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു ഹഗ് ഉണ്ടായിട്ടില്ല. പിന്നെ ഹഗ്ഗോട് ഹഗ്. കാര്യം ചെയ്യും, ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ സർപ്രൈസ് കൊടുക്കും. ഇപ്പോൾ സമയം ഉച്ചയാറായില്ലേ, സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കിട്ടും. പിന്നെ അവൾ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. എന്ത് സ്നേഹമായിരിക്കും അറിയാം. പരീക്ഷിച്ച് നോക്ക്. A few minutes later. അയ്യോ മഹേഷേ, ഇതെന്താ പറ്റിയടാ? മഹേഷേ, എന്താ പറ്റിയടാ? ഒന്നും പറയണ്ട. എന്താ പറ്റിയെന്നാ? ഇന്നാ നമ്മളാ വയ്യ, എന്നാലും സ്റ്റൈലിൽ വാച്ച് കെട്ടിയിരിക്കുന്നുണ്ടോ? അയ്യോ, സ്റ്റൈലിൽ കെട്ടിയിരിക്കുന്ന അല്ലടാ. പിന്നെ BP കുറയാൻ പറയുമ്പോൾ ഡോക്ടർ കെട്ടി തന്ന. BP കുറയുന്നുണ്ടോ? BP കുറയുന്നില്ല, എന്റെ ബാറ്ററി കുറയുന്നുണ്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ. നേരെ വേണം സംസാരിക്കണം. എന്ത് പറയത്? ഞാൻ ഒരെണ്ണം മറ്റിയാന്നുണ്ടല്ലോ. സംഭവിച്ചെന്ന് പറ. സംഭവിച്ചത് അവൻ പറയാനായിട്ട് നീ അല്ലേടാ പറഞ്ഞ വീട്ടിൽ പോയി ചെയ്തു നോക്ക്, നിന്റെ ഭാര്യയുടെ എല്ലാ വിഷയവും അവിടെ ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ അവൻ പറഞ്ഞത്. ഭാര്യക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാ പറഞ്ഞത്. നീ അവിടെ പോയി എന്തോ അവൻ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച പോലെ ഞാൻ ചെന്നിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചപ്പോ ഭാര്യ ചെരവ് ഇത് വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്നു. തേങ്ങ അല്ല, അത് പിന്നെ എന്തോ ചെയ്യാനാ ചില വെച്ചോണ്ട് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ തിരുമി എല്ലാം ചെയ്തോണ്ട് ഞാൻ പറയൂടെ ചെന്നിട്ട് അവളോട് ഇവൻ പറഞ്ഞ പോലെ ഒരു വാചകം അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നീയല്ലാതെ വേറൊരു പെണ്ണും കൂടെ ഉണ്ടെന്ന് പറയുക. ചെരവെടുത്ത് ഒറ്റടി എൻ്റെ മൂക്കിനുണ്ട്. എൻ്റെ പോഞ്ഞു, ഞാൻ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞെന്ന് കെട്ടിക്കള കഴിഞ്ഞുമ്പോണ്ട് വേദന കൊണ്ട് പൊളഞ്ഞിട്ടുണ്ടല്ലോ. നാട്ടുകാരെല്ലാം കൂടെ പൊക്കി എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അല്ല, നിനക്ക് പറയത്തില്ലായിരുന്നു മറ്റേ തന്റെ അമ്മയാണെന്ന് പറയണ്ടായിരുന്നു. എടാ, അത് പറയാൻ അവള് സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് അടിയും കഴിഞ്ഞ് ചവിട്ടും കഴിഞ്ഞു. അവന്റെ മോട്ടിവേഷൻ കേട്ടിട്ട് വന്നേക്ക് ഒരു മാട്ട വേഷമായിട്ട്. എങ്ങോട്ട് പോവാ? എങ്ങോട്ടാ നിങ്ങളുടെ വീട്? എടാ, അവളൊന്ന് തണുക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് പോവാ.